അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സംസാരത്തിൻ്റെ ആമുഖത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹീതമായ പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് വിട ചോദിച്ച് ഈദുൽ ഫിത്തറും ആഘോഷിച്ച് ശവ്വാൽ മാസത്തിൻ്റെ തുടക്കത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ റമളാൻ കഴിഞ്ഞല്ലോ, ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ബാധ്യത എന്താകണം? അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാകണം എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. റമളാൻ കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട 2-3 വിഷയങ്ങൾ. പരിശുദ്ധ റമളാൻ, ആ റമളാൻ നമ്മിലേക്ക് സമാഗതമായപ്പോൾ ധാരാളക്കണക്കിന് കർമ്മങ്ങൾ, ആരാധനകൾ നിർവഹിച്ചവരായിരുന്നു നാം. റമളാനിൻ്റെ പകലിൽ ദാഹവും വിശപ്പും ആഗ്രഹങ്ങളും ഇച്ഛകളുമൊക്കെ അടക്കി വെച്ച് സഹിച്ച് നാം നോമ്പനുഷ്ഠിച്ചു. രാത്രികാലങ്ങളിൽ സുദീർഘമായി നാം നമസ്കരിച്ചു, സുജൂദ് ചെയ്തു.
കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനിന്റെ താളുകൾ നാം മറിച്ചു, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട സമ്പത്തിൽ നിന്ന് നാം ദാനധർമ്മം നിർവഹിച്ചു. റമദാനിൽ ഉംറ നിർവഹിച്ചവരും ഉണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് ഇബാദത്തുകൾ പരിശുദ്ധ റമദാനിന്റെ രാവുകളെയും പകലുകളെയും ധന്യമാക്കി നിർവഹിച്ചവരായിരുന്നു നാം. സഹോദരന്മാരെ, ഇനി എന്ത്? ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതുകൊണ്ട് മാത്രം പാരത്രിക ലോകത്ത് നമ്മൾ ആരും രക്ഷപ്പെടുകയില്ല. നാം നിർവഹിച്ച ആരാധനാ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്തെ രക്ഷയുള്ളൂ. നോമ്പ് നോറ്റവരാണ്, ഖുർആൻ പാരായണം ചെയ്തവരാണ്, രാത്രി നമസ്കരിച്ചവരാണ്, ഉംറ നിർവഹിച്ചവരാണ്, ഫിത്ർ സക്കാത്ത് നൽകിയവരാണ്. എല്ലാം ശരി തന്നെ. പക്ഷേ അത് സ്വീകരിക്കുമോ അതോ സ്വീകരിക്കപ്പെടാതെ പോകുമോ? സ്വീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, അത് മഖ്ബൂലായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുകയുള്ളൂ, നാം രക്ഷപ്പെടുകയുള്ളൂ. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യുന്ന അധ്യായങ്ങളിലെ ഒരു ചെറിയ അധ്യായം, 88-ാമത്തെ അധ്യായം, സൂറത്തുൽ ഗാശിയ, ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, പരിചയപ്പെടുത്തുന്നത്, കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്തിട്ട് അത് സ്വീകരിക്കപ്പെടാതെ പോയ ഭാഗ്യം കെട്ടവരെ സംബന്ധിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നാം ഇതൊക്കെ ചെയ്തിട്ടും പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കില്ലേ അത്? അതുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ضريع ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. നോക്കൂ, അല്ലാഹു പറയുന്നു, ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഓ നബിയേ, മൂടിക്കളയുന്ന ഭയാനകമായ ഒരു ദിനത്തിന്റെ വർത്തമാനം നിങ്ങൾക്ക് വന്നെത്തിയോ? പരലോക ദിവസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് ഭയാനകം തന്നെയാണ്. മനുഷ്യരുടെ കണ്ണുകൾ വരെ, ആ കണ്ണുകൾക്ക് വരെ കാഴ്ച കൃത്യമായി കാണാൻ കഴിയാത്ത അന്താളിച്ചു പോകുന്ന ദിനം, വല്ലാതെ ഇരുൾ പടർന്ന ദിനം, മൂടിക്കളയുന്ന ദിനമാണെന്ന്. ആ ദിവസത്തിന്റെ പ്രത്യേകത കേൾക്കണോ? വുജൂഹു യൗമഇദിൻ ഖാശിഅ, അന്ന് ചില മനുഷ്യന്മാരുടെ മുഖങ്ങൾ പേടിച്ചരണ്ടു പോകും. അവര് വല്ലാതെ ഭയത്തിലാണ്, ഭയവിഹ്വലരാണ്. ഭയങ്കരമായ ഭയമാണ് അവരെ അന്ന് പിടികൂടുന്നത്. എന്താണ് അവരുടെ സ്ഥിതിയെന്നോ? ആമിലത്തുൻ നാസിബ, അവര് അധ്വാനിച്ച് ക്ഷീണിച്ചവരാണ്. കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഫലമായി അവർ ക്ഷീണിച്ചു പോയിട്ടുമുണ്ട്. എന്നാൽ ഈ അധ്വാനങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? ഇല്ല. അല്ലാഹു പറയുന്നു, തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ നരകത്തിലാണ് അവർ എരിക്കപ്പെടുന്നത്. കർമ്മങ്ങൾ ചെയ്തിട്ടും നരകം വാങ്ങുകയാണ്. തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ചുട്ടുപൊള്ളുന്ന ഉറവയിൽ നിന്നാണ് അവർക്ക് പാനജലം, കുടിക്കാനുള്ള ജലം, വെള്ളം നൽകുന്നത്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ضريع, ളരി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ നരകത്തിലെ വൃക്ഷം, അതിന്റെ ഫലമാണ് അവർക്ക് ഭക്ഷണമായി നൽകുന്നത്. ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്തെന്നോ? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ', അത് വിശപ്പിന് പരിഹാരമല്ല, അവരുടെ ശരീരത്തിനൊട്ട് പുഷ്ടിപ്പും അതുകൊണ്ട് ലഭ്യമല്ല.
ഒരു ഭക്ഷണത്തിന്റെ ഉപകാരം അതുകൊണ്ട് കിട്ടുന്നില്ല, മറിച്ച് വേദനയോടെയാണ് അവരത് കടിച്ചിറക്കുന്നത്. ഇതാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്? കർമ്മങ്ങൾ ചെയ്തിട്ട് നരകം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം പരലോകത്ത് രക്ഷപ്പെടുകയില്ല, മറിച്ചത് സ്വീകരിക്കപ്പെടുമ്പോഴാണ്, അത് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളോടുകൂടെ അത് ചെയ്യുമ്പോഴേ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നമ്മളൊക്കെ സന്തോഷിക്കുന്നു. ഞാൻ നോമ്പനുഷ്ഠിച്ചവനല്ലേ, ഞാൻ ദാനം ചെയ്തവനല്ലേ, ഞാൻ ഉംറ നിർവഹിച്ചവനല്ലേ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തവനല്ലേ, ഞാൻ രാത്രി ധാരാളമായി ഉറക്കമിളച്ചവനല്ലേ, എനിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുക എന്ന ഒരു ബോധം, എന്ന ഒരു ചിന്ത നമ്മെ പിടികൂടുന്നുവെങ്കിൽ അത് അത്യന്തം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ, അവർക്കാണല്ലോ നമ്മൾ സലഫുകൾ, സച്ചരിതരായ മുൻഗാമികൾ. അവരവസ്ഥ എന്തായിരുന്നു? മഹാന്മാരായ സ്വഹാബിമാർ, താബിഉകൾ, തബഉ താബിഉകൾ, അഇമ്മത്തുകൾ, അവരൊക്കെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ റമദാനിൽ ഞാൻ ധാരാളം ചെയ്തല്ലോ എന്നും വിചാരിച്ചവര് സന്തോഷത്തോടുകൂടെ അവർ കഴിഞ്ഞുകൂടുമായിരുന്നില്ല. മറിച്ച് അവരുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം, കാന സലഫു യബ്കൂന സിത്തത അശ്ഹുരിൻ ബഅദ റമദാൻ യസ്അലൂന അല്ലാഹ അൽ ഖബൂൽ. കാന സലഫു, സലഫുകളായിരുന്നു, യബ്കൂന, അവര് കരയുമായിരുന്നു, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുമായിരുന്നു. സിത്തത അശ്ഹുരിൻ ബഅദ റമദാൻ, റമദാൻ മാസം വിട ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തോളം അവര് കരച്ചിലാണ്. 6 മാസത്തോളം വലിയ വേദനയോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്ത്? യസ്അലൂന അല്ലാഹ അൽ ഖബൂൽ. അള്ളാഹുവേ, ഞങ്ങളുടെ സുകൃതങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ. ഇതായിരുന്നു തുടർന്നുള്ള 6 മാസക്കാലം അവര് ദുആ ചെയ്തിരുന്നത്. സഹോദരന്മാരെ, നമ്മുടെ സ്ഥിതി എന്ത്? നമുക്കെങ്ങനെ ദുആ ചെയ്യാതിരിക്കാനാകും? നിരന്തരമായി ഇനിയുള്ള കാലങ്ങളിലെല്ലാം നിരന്തരമായി റബ്ബിനോട് ചോദിക്കേണ്ട കാര്യമാണ്, അല്ലാഹ്, ഞാൻ ചെയ്ത കർമ്മങ്ങൾ പാഴാക്കരുത് നാഥ, എന്നിൽ നിന്ന് കബൂലാക്കണേ, സ്വീകരിക്കണേ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കൊള്ളെ അടുത്തുപോയ മഹാന്മാരുടെ പോലും പ്രാർത്ഥന എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിനെ കൊള്ളെ അടുത്തുപോയ മഹാന്മാരാണ് അവന്റെ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരിൽ തന്നെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുകയും തന്റെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 125-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞത്, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഇബ്രാഹിമിനെ ഞാൻ എന്റെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞതാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബേജാറ് നോക്കൂ. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചാലും അത് അപ്രകാരം ചെയ്യുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് നാം പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്രാഹിമേ, നീ മുസ്ലിമാക്. പറഞ്ഞ ഉടനെ തന്നെ അതാ മഹാനവറുകൾ കൊടുത്തു മറുപടി, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ നാഥന് ഞാനിതാ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. അതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. മുസ്ലിമാക് എന്ന് പറഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ശിരസാ വഹിച്ചു. ഇനി അദ്ദേഹത്തിന്റെ മോനെ നോക്കൂ നിങ്ങൾ, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രകൃതം എങ്ങനെയായിരുന്നു? വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലെ 103-ാമത്തെ വചനത്തിൽ പറയുന്നു, വന്യപിതാവ് സ്വപ്നത്തിൽ ദർശിക്കുകയാണ്, വാർദ്ധക്യകാലത്ത് ജീവിതത്തിന്റെ ദശാസന്ധിയിൽ തനിക്ക് ലഭിച്ച ഓമനപുത്രനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകണമെന്ന സ്വപ്ന ദർശനമുണ്ടായി. തന്റെ പൊന്നുമോന്റെ മുഖത്ത് വന്ന് ആ പൊന്നുമോനോട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ.
അല്ല മോനെ, ഞാനിതാ എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട്, നിന്നെ ബലി നൽകണമെന്നതാണ് എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുണ്ടായ കൽപ്പന. അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്തു മോനെ? ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഓ എന്റെ പൊന്നുപ്പ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് പ്രകാരം നിങ്ങൾ നിർവഹിച്ചുകൊള്ളൂ. ഈ മോന് ഒരെതിരഭിപ്രായവുമില്ല. എന്നെ ബലിയർക്കാനാണ്, ബലി നൽകാനാണ് നിങ്ങളോടുള്ള കൽപ്പനയെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അനുസരണയോടെ കിടന്നു തരാൻ ഞാൻ സന്നദ്ധനാണെന്ന് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള രണ്ടു മഹാന്മാർ ഉന്നതമായ ഒരു കർമ്മം ചെയ്യുകയാണ്, നല്ല ഒരു സൽക്കർമ്മം ചെയ്യുകയാണ്. ഏതായിരുന്നു ആ സൽക്കർമ്മം? ലോകത്തൊന്നാമതായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയം, റബ്ബിനെ ആരാധിക്കപ്പെടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയമായ കഅബാലയത്തിന്റെ നിർമ്മാണം അവരാരംഭിക്കുകയാണ്. അവരുടെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. ഖുർആൻ പറഞ്ഞില്ലേ, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. ആ ബൈത്തിന്റെ സ്ഥാനം, ആ കഅബയുടെ സ്ഥാനം നാം ഇബ്രാഹീമിന് വളരെ കൃത്യമായി ഒരുക്കി നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതാ കഅബാലയം നിർമ്മിക്കുന്നു. അങ്ങനെ ആ നിർമ്മിക്കുന്ന അതിന്റെ അസ്ഥിവാരം കെട്ടിപ്പടുക്കുന്ന സന്ദർഭത്തിൽ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥന തുടങ്ങുന്നു. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും മുഅ്മിനീങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം, അത് കബൂലാക്കാൻ. പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഒന്നാമത്തെ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന ഏതാണ്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്. ഇബ്രാഹിം വ ഇസ്മാഈൽ, ഇസ്മായിൽ അലൈഹിസ്സലാമും അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമും കഅബാലയത്തിന്റെ അസ്ഥിവാരം കെട്ടിപ്പടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഇത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ. നോക്കൂ നിങ്ങൾ, ഇതാണ് സൂറത്ത് ബഖറ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അവര് നടത്തുന്ന ഒന്നാമത്തെ പ്രാർത്ഥന. ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പല പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. എന്താ തുടർന്നുള്ള പ്രാർത്ഥന? അവര് രണ്ടുപേരും റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ. ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ? റബ്ബന, ഞങ്ങളുടെ നാഥ, എന്ത്? വജഅൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാക്കണമേ. വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന്, ഭാവി സന്തതികളിൽ നിന്നും മുസ്ലിമീങ്ങളെ തയ്യാറാക്കണമേ അല്ലാ. വഅരിനാ മനാസികന, ഞങ്ങൾക്ക് ചെയ്യേണ്ട ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വതുബ് അലൈനാ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ. ഇതൊക്കെ പറയുന്നതിന് മുൻപ് ആദ്യമായി അവർ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഈ കർമ്മം കബൂലാക്കണമേ എന്ന്. ആലോചിക്കൂ സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞിട്ട് എത്ര നാളായി അല്ലേ? ശവ്വാലിലെ നോമ്പും പല ആളുകളും നോറ്റ് കഴിഞ്ഞു. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുആ ചെയ്തോ, അല്ലാഹുവേ എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന്? എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകൾ നനഞ്ഞോ, നമ്മുടെ മനസ്സ് വേദനിച്ചോ? എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോയാൽ ഞാൻ എത്ര ഭാഗ്യം കെട്ടവനായിരിക്കുമെന്ന ചിന്ത എപ്പോഴെങ്കിലും നമ്മെ അലട്ടിയോ? എങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ മാധുര്യമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. കർമ്മം ചെയ്താൽ അതിനെ സംബന്ധിച്ചുള്ള ബേജാറുണ്ടാകുക എന്നുള്ളത് ഈമാനുള്ളവരുടെ ലക്ഷണമാണ്. അതാർക്കുണ്ടായോ അവന് ഈമാനുണ്ട് എന്നതാണ്. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച വചനം നിങ്ങൾ കേട്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായമാണ്. അതിന്റെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളിൽ അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ, ഈമാനുള്ളവരുടെ അടയാളങ്ങൾ. എന്താ അല്ലാഹ് പറഞ്ഞ ഒന്നാമത്തെ ലക്ഷണം? ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് അവര് ഭയത്താൽ നടുങ്ങുന്നവരാണ്. അള്ളാഹിനെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് ഭയം ഉണ്ടാവും, പേടിണ്ടാവും. എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹിനെ സംബന്ധിച്ചുള്ള പേടിണ്ടാവും. രണ്ടാമത്തെ ലക്ഷണം എന്താ പറഞ്ഞെന്നറിയോ?
വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ രക്ഷിതാവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താൽ, ദൃഷ്ടാന്തങ്ങൾ അവർ കാണുമ്പോൾ അതവരിൽ വിശ്വസിക്കുകയാണ്, അതിൽ അവർ വിശ്വാസമർപ്പിക്കുകയാണ്. മൂന്നാമത് അവരുടെ ഗുണം പറയുന്നു, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ രക്ഷിതാവിൽ ഒന്നിനെയും അവര് പങ്കു ചേർക്കുന്നതെല്ലാം. അവര് ശിർക്ക് ചെയ്യൂല, ശിർക്ക് ചെയ്യൂല. അവര് മുഅ്മിനീങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല. അവരതിന്റെ എല്ലാവിധ ഇനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ ഗുണം പറഞ്ഞത് എന്താ? നിങ്ങൾ നമ്മുടെ വിഷയവുമായി ബന്ധം അതിനാണ്. എന്താ അവസാനം പറഞ്ഞത്? വല്ലദീന യുഅ്തൂന മാ ആതൗ. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നതെല്ലാം നൽകുന്നു. അതായത് അവര് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, സകാത്ത് നൽകുന്നു. റബ്ബിന്റെ മാർഗത്തിൽ അവർ നൽകുമ്പോ വഖുലൂബുഹും വജില, നൽകുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയാണ്. കൽബിന് വല്ലാത്ത ബേജാറ്, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത ബേജാറ്. എന്നിട്ടോ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക്, അവരുടെ രക്ഷിതാവിങ്കലേക്ക് അവർ മടക്കപ്പെടുന്നവരുമാണ്. ഇപ്പൊ ഖുർആൻ പറയാണ്, അല്ലാഹ് പറയാണ്, അവര് നൽകുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിനൊരു ബേജാറ്. ഈ ആയത്ത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയത്ത് കേട്ടത് ആയിഷ ബീവിയാണല്ലോ. സ്വഹാബത്തൊക്കെ കേട്ട കൂട്ടത്തിൽ ആയിഷ ബീവി ഈ ആയത്ത് കേട്ടപ്പോ മഹദിയായ നമ്മുടെ ഉമ്മക്കൊരു സംശയം. എന്താപ്പോ ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ എന്തിനാ ഇപ്പൊ പേടിക്കണത്? ഹൃദയം എന്തിനാ നടുങ്ങുന്നത്? അപ്പൊ മഹാനായ റസൂലുള്ളാഹിയോട് ആയിഷ ബീവി സംശയം ചോദിക്കുന്നു, അല്ല നബിയേ, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. അവര് മദ്യപിച്ചത് കൊണ്ടാണോ, കളവ് നടത്തിയത് കൊണ്ടാണോ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ നടുങ്ങുന്നത്? അങ്ങനെയാണല്ലോ. തോന്നിയാസവും കളവൊക്കെ നടത്തിയ ആളുകൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കർമ്മത്തിന് ചെയ്യുമ്പോൾ അവർ ചെയ്ത തെറ്റുകൾ അവരിങ്ങനെ ഓർക്കുമല്ലോ. അങ്ങനെയുള്ളൊരു ബേജാറുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലേ അവര് ബേജാറായത്? അവരിങ്ങനെ മദ്യപിച്ചത് കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ കളവ് നടത്തിയിട്ട് അതിൽ നിന്ന് കൊടുക്കുമ്പോണ്ടാകുന്ന പ്രയാസമായിരിക്കും അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ, സിദ്ദീഖിന്റെ മോളെ, അതൊന്നുമല്ല. പിന്നെന്താ സംഗതി? വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂന വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. ആ പറഞ്ഞ ആളുകൾ ആരാണെന്നോ, അവര് യസൂമൂന നോമ്പനുഷ്ഠിക്കുന്നവരാണ്, വയുസല്ലൂന നമസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂന ദാനം നിർവഹിക്കുന്നവരാണ്. ഇതൊക്കെ അവർ ചെയ്യുമെങ്കിലും വഹും യഖാഫൂൻ, അവർക്ക് വല്ലാത്ത ബേജാറാണ്, അല്ലാ യുഖ്ബല മിൻഹും, അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന വലിയ പേടിയാണ് അവർക്കുള്ളത്. അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്, ഈമാനുള്ളവരുടെ അടയാളമാണ്. എന്റെ റബ്ബനിൽ നിന്ന് ഇത് കബൂലാക്കുമോ? എന്തെങ്കിലും തകരാറ് മൂലം ഇത് തിരസ്കരിക്കപ്പെടുമോ? ഇത് സ്വീകരിക്കാതെ പോയാൽ എന്റെ അവസ്ഥ എന്താണ്? നാളെ പാരത്രിക ലോകത്ത് എന്റെ മക്കൾ എന്നെ തുണക്കാനില്ല, എന്റെ ഭാര്യ എന്നെ കൂട്ടാനില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നവരാരും എന്റെ രക്ഷയ്ക്കെത്തുകയില്ല. അവിടെ എന്റെ കർമ്മങ്ങൾ മാത്രമല്ലേ എന്നെ രക്ഷിക്കുകയുള്ളൂ. ആ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടാതെ പോയാൽ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന ബേജാറിനാൽ കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ ഒരു ബേജാറ് നമുക്കൊക്കെ വേണം, ഈ ഒരു പേടി നമുക്കൊക്കെ വേണം. അതുകൊണ്ട് കർമ്മം ചെയ്താൽ പിന്നെ വിശ്രമമില്ല, നിരന്തരമായി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അള്ളാഹിനോട് അള്ളാഹ് കബൂലാക്കണേ, കബൂലാക്കണേ അല്ലാ, നിരന്തരമായി പ്രാർത്ഥിക്കണം. ഒന്ന്, റമദാൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി നമ്മൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ സംഗതി, നിങ്ങൾ അക്കമിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? റമദാനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നേടിയും നമ്മൾ ഒരുപാട് നേടി. തീരെ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവനും റമദാൻ വന്നപ്പോൾ, ആ അതിഥി കടന്നു വന്നപ്പോൾ പള്ളിയിലേക്ക് വന്നു. തീരെ ഖുർആൻ നിവർത്താത്തവനും വിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി നോക്കി.
തന്റെ കീശയിൽ നിന്ന് ഒരു നിലക്കും മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ ഒരു നിലക്കും തീരെ മൈൻഡ് ചെയ്യാത്തവന് അവന്റെ കീശയിൽ നിന്ന് ഒരു റിയാൽ എടുത്തിട്ടെങ്കിലും പാവപ്പെട്ടവന്റെ കയ്യിൽ നൽകി ദാനം നിർവഹിച്ചു. ജീവിതത്തിൽ തീരെ അവസരം ലഭിക്കാതെ ഉംറ നിർവഹിക്കാൻ തീരെ അവസരം ലഭിക്കാത്തവന് റമദാൻ വന്നല്ലോ, ഒരു ഉംറ നിർവഹിച്ചു കളയാം. കാരണം പുണ്യ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്, മഹാനായ മുത്തു നേതാവിന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണെന്ന് ചിന്തിച്ച് അവനൊരു ഉംറ നിർവഹിക്കാൻ പോയി. രാത്രികാലങ്ങളിൽ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് അതിസുന്ദരമായ മാധുര്യത്തോടുകൂടെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടപ്പോൾ കിടന്നുറങ്ങാൻ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. സുദീർഘമായി നമസ്കരിക്കുന്ന പള്ളികൾ തിരഞ്ഞു പിടിച്ച് സുദീർഘമായി റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞു അവൻ, അല്ലേ? അങ്ങനെ ധാരാളം നേടി നമ്മൾ. ഇനി നമ്മൾ ചെയ്യേണ്ടതോ ആ നേടിയത് നിലനിർത്തി തരണമേ. നാളെ മഹ്ശറിൽ നിന്റെ മുമ്പിലെത്തി നീ എന്നെ വിചാരണ ചെയ്യുന്ന ആ നിമിഷം, എന്റെ ഏടുകൾ എന്റെ കയ്യിൽ തരുന്ന ആ നിമിഷം വരെ റബ്ബേ എന്റെ കർമ്മങ്ങൾക്കൊരു തകരാറും വരാതെ നിലനിർത്തി തരണമേ എന്ന പ്രാർത്ഥനയാണ് രണ്ടാമതായി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹ് തകരരുത്, നിലനിർത്തി തരണമേ, നിലനിർത്തി തരണമേ. സഹോദരന്മാരെ, പണ്ഡിതന്മാര് പറയുന്നു, റമദാൻ കഴിഞ്ഞ മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗമായി തീരും, രണ്ട് ഗ്രൂപ്പായി തീരും. സാധാരണ ഇന്ന് നടക്കുന്ന ഗ്രൂപ്പല്ല, മൊത്തത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള രണ്ട് ഗ്രൂപ്പായി മാറുന്നതാണ്. എപ്പോ? റമദാൻ കഴിഞ്ഞ. ഏതൊക്കെ ആ ഗ്രൂപ്പിന്റെ പേരെന്താ? ഒന്നാമത്തെ ഗ്രൂപ്പ് അസ്സുഅദാ, സൗഭാഗ്യവാന്മാർ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ്? വൽ അഷ്ഖിയാ, ഭാഗ്യം കെട്ട ദൗർഭാഗ്യവാന്മാർ, ഹതഭാഗ്യവാന്മാർ. രണ്ടു കൂട്ടരി ലക്ഷണം ഞാൻ പറയും. ക്ലാസ് കേൾക്കുന്ന നിങ്ങളും സംസാരിക്കുന്ന ഞാനും നല്ലവണ്ണം ചിന്തിക്കണം. ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഏത് വിഭാഗത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നത് എന്നും. രണ്ട് ഗ്രൂപ്പായി മാറുന്നതാണ് റമദാൻ കഴിഞ്ഞാൽ. ഒന്ന് അസ്സുഅദാ, സൗഭാഗ്യവാന്മാർ. രണ്ട് വൽ അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാർ. ആരാണ് സുഅദാക്കൾ? ആരാണ് സൗഭാഗ്യവാന്മാർ? അവര് പരിശുദ്ധ റമദാൻ വരുന്നതിന് മുൻപ് മാനുഷികമെന്ന നിലക്ക് പല അബദ്ധങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നുപോയി. പല തെറ്റുകളും മനുഷ്യരെന്ന നിലക്ക് അവരുടെ ജീവിതത്തിൽ വന്നു. അങ്ങനെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ വന്നപ്പോ അവരെ അരമുറുക്കി റമദാനിന്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കി. നോമ്പിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, നമസ്കാരത്തിലൂടെ, ഇഅ്തികാഫിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, അങ്ങനെ ഒരുപാട് ആരാധനാ കർമ്മങ്ങളിലൂടെ അവരുടെ ജീവിതത്തെ അവർ ധന്യമാക്കുകയും വിശുദ്ധമാക്കുകയും ചെയ്തു. അള്ളാഹുവിനെ കൊള്ളയെ അവരടുത്തുപോയി. റബ്ബിനോടുള്ള ബന്ധം അവർ നന്നാക്കി. അവരുടെ നാവിനെ അവർ നിയന്ത്രിച്ചു, കണ്ണിനെ അവർ കടിഞ്ഞാണിട്ടു, അവരുടെ ശരീരത്തിലെ അവയവങ്ങളെ എല്ലാം അവർ നിയന്ത്രിച്ചു, ദേഹേച്ഛകളെ കടിഞ്ഞാണിട്ട് മുറുക്കി. അങ്ങനെ ആ വിശുദ്ധി പരിശുദ്ധമായ റമദാൻ അവരോട് വിട ചോദിച്ച് യാത്ര വാങ്ങിയപ്പോഴും ആ വിശുദ്ധിക്കൊരു കോട്ടവും വന്നില്ല. റമദാൻ കഴിഞ്ഞപ്പോഴും അതേ വിശുദ്ധി അവർ കാത്തു സൂക്ഷിച്ചു. റമദാൻ പോയെങ്കിലും റമദാനിൽ മാത്രമല്ലല്ലോ അള്ളയുള്ളത്, റമദാനിലെ അള്ള തന്നെയല്ലേ ശവ്വാലിലുമുള്ളത്. അവൻ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് റമദാൻ പോയതോടുകൂടെ എന്റെ തഖ്വക്ക് വിട ചോദിച്ചുകൂടാ. ഞാൻ ആ വിശുദ്ധി വീണ്ടും കാത്തു സൂക്ഷിക്കേണ്ടവനാണെന്ന ബോധത്തോടെ റമദാൻ എന്ന മദ്രസയിൽ നിന്ന് നേടിയെടുത്ത ഉന്നത ശീലങ്ങളും ഗുണങ്ങളും അവനതാ ശവ്വാലിന്റെ പൊന്നമ്പിളി ദർശിച്ചപ്പോഴും പിന്നീടുള്ള കാലങ്ങളിലുമൊക്കെ കാത്തു സൂക്ഷിക്കുകയാണ്. അവരെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, അള്ളാന്റെ ഔലിയാക്കന്മാരാണ് അവർ, അവർക്ക് സ്വർഗമുണ്ട്. സൂറത്ത് യൂനിസിൽ അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ, അറിഞ്ഞേക്കണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു ഭയവുമില്ല, വലാ ഹും യഹ്സനൂൻ, അവരെ വ്യസനിക്കുന്നതുമല്ല, സങ്കടപ്പെടുന്നതുമല്ല. അവരെ തിരിച്ചറിയാനുള്ള അവരെ തിരിച്ചറിയാനുള്ള ലക്ഷണം ഏതാണ്? അവരെ തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, ഏതെങ്കിലും നാട്ടിൽ ജനിച്ചത് കൊണ്ടല്ല, തങ്ങൾ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല,
അതല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും പട്ടം നേടിയത് കൊണ്ടുമല്ല, മറിച്ച് അവനെ തിരിച്ചറിയാനുള്ള അടയാളം അല്ലദീന ആമനൂ, അവരുടെ മനസ്സ് നിറയെ ഈമാനാണ്, വകാനൂ യത്തഖൂൻ, അവര് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുമാണ്. ഇത് സുഅദാക്കളെ കുറിച്ച് ഒന്നാമത്തെ വിഭാഗം. ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണെന്ന് കേൾക്കണോ? പരിശുദ്ധ റമദാൻ വന്നപ്പോ വലിയ ഭക്തിയിൽ തന്നെയായിരുന്നു അവരും ഉണ്ടായിരുന്നത്. പള്ളികളിൽ അവര് സജീവമായിരുന്നു. ധാരാളം സൽക്കർമ്മങ്ങൾ അവർ ചെയ്തു. വിശുദ്ധ ഖുർആൻ ഓതി പല പ്രാവശ്യം അവർ ഓതി തീർത്തു. ജമാഅത്തുകളിൽ അവർ സംബന്ധിച്ചു. നോമ്പ് അവർ ഒരുപാട് നോമ്പനുഷ്ഠിച്ചു. പരിശുദ്ധ റമദാനിൽ വളരെ കൃത്യമായി അവർ നോമ്പനുഷ്ഠിച്ചു. ഫിത്ർ സക്കാത്തും അവർ നൽകി. ദാനധർമ്മങ്ങൾ അവർ നിർവഹിച്ചു. ഈദും നമസ്കരിച്ചു. നാവിനെ അവർ നിയന്ത്രിച്ചു. പക്ഷേ റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോ, പരിശുദ്ധ റമദാൻ അങ്ങ് വിട ചോദിച്ചപ്പോ അവരതാ അവരുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് പൊട്ടിച്ചുപോയി. നിയന്ത്രണം വിട്ടു. അതുവരെ പിടിച്ചു വെച്ചതെല്ലാം പൊട്ടി നിയന്ത്രണ വിധേയമല്ലാതെയായി തീർന്നു. പണ്ഡിതന്മാരവരെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയെന്നു? ജയിൽ മോചിതനെ പോലെ. എന്താ, കുറെ കാലം ജയിലിൽ കടന്ന ഒരു ചങ്ങാതി പെട്ടെന്ന് മോചനം കിട്ടി, ജാമ്യം കിട്ടിയപ്പോ പിന്നെ അയാൾക്ക് എന്തെല്ലാം ഭക്ഷിക്കണം ഒരു നിശ്ചയമല്ല, എവിടെല്ലാം പോകണം ഒരു നിശ്ചയമല്ല, എന്തെല്ലാം ആകണം. ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം അയാളുടെ ജീവിതത്തിൽ വന്നപ്പോ, അതുവരെ ധാരാളക്കണക്കിന് വർഷക്കാലമായി ജയിലഴികളിൽ അതാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് പുതിയ പ്രഭാതം, സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ അയാളങ്ങ് കടന്ന് ആക്രമിച്ച് എങ്ങോട്ടൊക്കെ ഓടിപ്പോയതുപോലെ നിയന്ത്രണ വിധേയമല്ലാതെയായി തീർന്നു. അങ്ങനെയുള്ള കുറെ ആളുകൾ. സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ, ഏതിലാണ് നമ്മൾ പെടുന്നത്? ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത്? ഇങ്ങനെയാണെങ്കിൽ അപകടകരമാണ്. ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അപകടകരമാണ്. എന്ത് സംഗതിയും ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്, തകർക്കാൻ വളരെ ലളിതമാണ്. നിങ്ങൾ നോക്കൂ, ഒരു 19 നിലയുള്ള ഒരു കെട്ടിടം, ഒരു ബിൽഡിങ്, അത് നിർമ്മിക്കണമെങ്കിൽ എത്രയെത്ര ജോലിക്കാരവരുടെ വിയർപ്പൊഴുക്കി പ്രയാസപ്പെട്ട് നാളുകൾ എത്ര തള്ളി നീക്കി, അവരുടെ അധ്വാനങ്ങൾ അതിന്റെ പിന്നിൽ എത്രയാണ്. അങ്ങനെ ആ ബിൽഡിങ് ഒരുപാട് നിലകളായി കെട്ടി ഉയർത്തി സുന്ദരമായി നിൽക്കുന്ന ആ ബിൽഡിങ് ഒന്ന് തകർക്കണമെങ്കിൽ ഒരു ദിവസം പോലും മുഴുവൻ വേണ്ട, ഒരു മണിക്കൂർ പോലും മുഴുവൻ വേണ്ട, സെക്കൻഡുകൾ കൊണ്ട് അത് തകർന്ന് തരിപ്പണമാക്കാൻ, അത് തകർക്കാൻ നമുക്ക് സാധിക്കുന്നു അല്ലേ? എന്തും അങ്ങനെയാണ്. ഉണ്ടാക്കാൻ പ്രയാസവും തകർക്കാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതാ ഒരു സുന്ദരമായ ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു പെണ്ണിന്റെ ഉദാഹരണം. മക്കത്തുണ്ടായിരുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ കഥ ഖുർആൻ പറഞ്ഞു തരികയാണ് നമുക്കൊരു ഉദാഹരണമായി. വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, നിങ്ങൾ ഒരു പെണ്ണിനെ പോലെ ആകരുത്. എന്താണ് ആ പെണ്ണിന്റെ സ്ഥിതി എന്നോ? അവളതാ വളരെ ശക്തമായി നൂൽക്കുന്നു. ശക്തമായി നൂൽനൂറ്റതിന് ശേഷം പിന്നെ അത് ഇഴകളായി പിരിച്ചു കളയുന്നു. കെട്ടിട്ടില്ല. നൂലൊക്കെ ഉഷാറായിട്ട് നൂറ്റുണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം എടുത്ത പണി അത് പ്രയോജനപ്രദമാകണമെങ്കിൽ അവന്റെ അറ്റത്തിന് കെട്ടിടണം. പക്ഷെ അതിട്ടില്ല. കെട്ടിടാതിരുന്നപ്പോ അന്ന് എടുത്ത പണിയെല്ലാം ബാത്തിലായിപ്പോയി, നിഷ്ഫലായിപ്പോയി. അതുകൊണ്ട് കെട്ടിടാൻ നിങ്ങൾ മറക്കരുത്. ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. ചെയ്തതൊന്നും നിഷ്ഫലമാക്കരുത്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാര് പറയുന്നത്, ഇപ്പോൾ ഇതാ റമദാൻ കഴിഞ്ഞിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണ്. റമദാനിന് ശേഷം നിങ്ങൾ തെറ്റുകളിലേക്ക് മടങ്ങരുത്. എല്ലാ മാസങ്ങളുടെയും രക്ഷിതാവ് ഒന്ന് മാത്രമാണ്, ഒരുവനാണ്. നിങ്ങൾ നിർമ്മിച്ചെടുത്ത, ഉണ്ടാക്കിയെടുത്ത സൽക്കർമ്മങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത്, തകർക്കരുത്. ഒരാളുടെ സൽക്കർമ്മം സ്വീകരിച്ചു എന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് അയാൾ സൽക്കർമ്മങ്ങൾ അതിനോട് തുടർത്തി ചെയ്യുന്നു എന്നത്.
നമ്മളെ കർമ്മം സ്വീകരിച്ചോ അല്ലേന്ന് ഇവിടുന്ന് തന്നെ പരിശോധിക്കാം. അതിനൊരു ലക്ഷണം ഉണ്ട്. എന്താണെന്നറിയോ? ഒരാൾ റമദാനിലൊക്കെ സൽക്കർമ്മം ചെയ്തിട്ട് റമദാൻ കഴിഞ്ഞിട്ടും അയാൾ സൽക്കർമ്മം തുടരുന്നുണ്ടെങ്കിൽ അയാൾ ഇത് സ്വീകരിച്ചു. ലക്ഷണം അതിന്റെ അടയാളാണത്. റമദാനോടുകൂടെ സംഗതിയൊക്കെ അവസാനിപ്പിച്ച് തടിയും കൊട്ടിപ്പോയോ ഇവിടുന്ന് തന്നെ തീരുമാനിക്കാം അവൻ്റെത് ബാത്തിലായി എന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഫഇന്ന അലാമത്തി ഖബൂലിൽ ഹസനതി ഇത്ബാഅഹാ ബിൽ ഹസന വഇന്ന الرجوع الى المعاصي بعد التوبه منها اعظم جرما واشد اثما. റമദാനിൽ തൗബ ചെയ്തിട്ട് വീണ്ടും തിന്മകളിലേക്ക് മടങ്ങുക എന്നത് അത് ഗുരുതരമായ തെറ്റും ഏറ്റവും വലിയ പാപവുമാകുന്നു. മിമ്മാ കാന ഖബല ദാലിക്, അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഓർക്കണേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു കബൂലാക്കുകയുള്ളൂ. സൂറത്തുൽ മാഇദ 27-ാമത്തെ വചനം. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. തഖ്വ ഏതെങ്കിലും ഒരു കാലത്തല്ലല്ലോ, മരിക്കുന്നത് വരെ തഖ്വ വേണമല്ലോ. അങ്ങനെ തഖ്വ നിലനിർത്തുന്നവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂ, അല്ലാത്തവരുടേത് അല്ലാഹ്ക്ക് വേണ്ട. രണ്ടാമത്തെ പോയിന്റ് മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ് സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. രണ്ടാമത്തേത് നേടിയത് നിലനിർത്തണം, അത് തകർന്നു പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അത് നന്മകൾ തുടർത്തി ചെയ്യലാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാനില് നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ശീലിച്ചു അല്ലേ? ആ ശീലിച്ച സൽക്കർമ്മങ്ങൾ റമദാൻ കഴിഞ്ഞാലും നിലനിർത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിലേറ്റവും പ്രധാനമാണ് നോമ്പ് അല്ലേ? നോമ്പ് റമദാനിൽ നമ്മൾ ശീലിച്ച ഒരു സൽക്കർമ്മമാണ്. റമദാനിൽ മാത്രമല്ല നോമ്പ്, റമദാൻ കഴിഞ്ഞാലും നോമ്പുണ്ട്. ശവ്വാലിലെ നോമ്പ് വളരെ പ്രധാനമാണ്. മൻ സാമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമദാനിലെ നോമ്പ് മുഴുവനും അനുഷ്ഠിക്കുകയും എന്നിട്ട് അതിനോട് തുടർത്തി ശവ്വാലിൽ നിന്ന് 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ 1 വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് അയാൾക്ക് കിട്ടാനിരിക്കുന്നത്. കാരണം ഒരു നന്മ അള്ളാന്റെ അടുത്ത് 10 മടങ്ങാണ്. അപ്പൊ 30 നോമ്പ് 10 മാസത്തിന് തുല്യായി. 6 നോമ്പ് 2 മാസത്തിന് കണക്കാണ്. അപ്പൊ 36 നോമ്പ്, അതല്ലെങ്കിൽ റമദാനിലെ നോമ്പും പിന്നെ ശവ്വാലിലെ 6 നോമ്പും 1 കൊല്ലം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ്. ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അറിയോ? മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു ദിവസം അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ, അയാളുടെ മുഖം നരകത്തിൽ നിന്ന് 70 വർഷം അകലെ എത്രമാത്രമാണോ വഴിദൂരമുള്ളത്, 70 വർഷം അകലേക്ക്, അത്രയും വഴിദൂരം അകലേക്ക് അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതാണ്. ഒരൊറ്റ ദിവസത്തെ നോമ്പിന്റെ പ്രതിഫല പറഞ്ഞത്, ഹദീസിലുള്ളതാണ്. എന്തൊരു പ്രതിഫലല്ലേ! അതുകൊണ്ട് സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകളുണ്ട്. തിങ്കളാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ അയ്യാമുൽ ബീദ്, അതേപോലെ തന്നെ യൗമു അറഫ, ആശുറാഇന്റെയും താസുആഇന്റെയും നോമ്പുകൾ, ഇങ്ങനെ സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനം. എന്താ അല്ലാഹ് പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്നോ? ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം, അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ള കർമ്മം അതേതാ? അദ്വമുഹ, ചെയ്യുന്ന കർമ്മം ദായിമായിട്ട് ചെയ്യലാണ്. മുദാവമത്തുണ്ടാകണം. റമദാനിൽ ജമാഅത്തിന് പോയി, പിന്നെ റമദാൻ കഴിഞ്ഞ ജമാഅത്തുമില്ല, ഒന്നുമില്ല. റമദാനിൽ കുറേ സൽക്കർമ്മങ്ങൾ, ഖുർആനൊക്കെ ഓതി, പിന്നെ ഖുർആനെ അടച്ചു വെച്ച്, പിന്നെ അടുത്ത റമദാൻ വന്നപ്പോഴാണ് ഖുർആൻ തുടർന്നത്. റമദാനിൽ രാത്രി നമസ്കരിച്ചു, പിന്നെ റമദാൻ കഴിഞ്ഞപ്പോൾ രാത്രി നിസ്കാരമൊന്നുമില്ല. ചില ആളുകൾ വിചാരിച്ചത് പരിശുദ്ധ റമദാനിൽ മാത്രമേ ഉള്ളൂ ഈ രാത്രി നിസ്കാരം എന്നാണ്. അല്ലല്ലോ, റമദാൻ കഴിഞ്ഞാലും രാത്രി നിസ്കാരം ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിത്റാക്ക്. അത് വല്ലാത്ത പുണ്യമുള്ള സംഗതിയാണ്. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കലാണ് ഏറെ പ്രതിഫലം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചില സ്വഹാബിമാർ അങ്ങനെയും ചെയ്തിരുന്നു.
ഇശാ നമസ്കരിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപ് നീ വിത്റാക്കിക്കൊണ്ട് നമസ്കരിക്ക്. അത് വലിയ പുണ്യമുള്ള സംഗതിയാണ്, വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ റമദാനിൽ മാത്രമല്ല രാത്രി നമസ്കരിച്ചത്, റമദാനിൽ ജമാഅത്തായി നിർവഹിച്ചതിന് തെളിവുണ്ട്. എന്നാൽ രാത്രി നമസ്കാരം എന്ന ഖിയാമുൽ ലൈൽ റമദാനിൽ അല്ലാത്ത സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു. സഹീഹുൽ ബുഖാരിയിൽ കാണാമല്ലോ, മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി ഇല്ല 11 റക്അഅ. റമദാനിലോ അല്ലാത്ത സന്ദർഭങ്ങളിലോ അല്ലാഹുവിന്റെ റസൂൽ 11-ലധികം നമസ്കരിച്ചിരുന്നില്ല എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ ഇന്ന് തന്നെ മനസ്സിലായി അല്ലാത്ത സമയത്തുണ്ട്. രാത്രി നിസ്കാരം സ്വർഗം കിട്ടാനുള്ള വലിയ കർമ്മമാണ്. നിങ്ങൾ ഖുർആൻ നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹ് പറയുന്നത് വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രികാലങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. അവസാന യാമങ്ങളിൽ അവർ റബ്ബിനോട് പാപമോചനം തേടുമായിരുന്നു. വലിയൊരു ഗുണമാണ്. സ്വർഗത്തിൽ സമാധാനത്തോടുകൂടെ പ്രവേശിക്കാനുള്ള ഗുണം പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, സല്ലൂ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിച്ചോളീൻ, തദ്ഖുലുൽ ജന്നത ബിസലാം. പല ഗുണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഗുണാണത്. സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകാം. അതുകൊണ്ട് ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകണം. ജമാഅത്ത് നമസ്കാരത്തിന് നാം വളരെ നിഷ്കർഷത പുലർത്തി. റമദാൻ കഴിഞ്ഞപ്പോ ജമാഅത്ത് നിസ്കാരത്തിന്റെ കണിശത പോയോ എങ്കിൽ അത് നിഫാഖിന്റെ ലക്ഷണമാണ്. നന്നായിട്ട് ആലോചിക്കുക. മരണം എപ്പോഴാ വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ, അല്ലേ? ജമാഅത്തിനെത്തുന്നില്ലെങ്കിൽ അത് നിഫാഖിന്റെ ലക്ഷണമാണ്. വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. സൂറത്തു തൗബ 9-ാം അധ്യായം 53-ാമത്തെ വചനം. നിഫാഖ് ഹൃദയത്തിലുള്ള മനുഷ്യരെ കുറിച്ച് അല്ലാഹ് പറയുന്നു, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ. അവർ നിസ്കാരത്തിലേക്ക് വരുന്നത് മടിയന്മാരായി മാത്രമാണ്. ഭയങ്കര മടിയാ നിസ്കാരത്തിന് പോകാം. നിഫാഖ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഈമാനിന്റെ മാധുര്യം ശരിക്കും അകത്തേക്ക് കടക്കാത്തത് കൊണ്ടാണ്. രണ്ടാമത് അവരുടെ ലക്ഷണം പറയാം, വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. ഭയങ്കര വെറുപ്പാണ്. എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ മനസ്സങ്ങോട്ട് സമ്മതിക്കൂല. എന്തെങ്കിലും ഒരു ദാനം കൊടുക്കണമെങ്കിൽ മനസ്സ് വല്ലാത്ത ബേജാറ്, വല്ലാത്ത ഒരു പ്രയാസം, ഒരു വെറുപ്പ്. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ വെറുപ്പോടുകൂടെ കൊടുക്കുകയുള്ളൂ. അത് നിഫാഖിന്റെ അടയാളം. അതുകൊണ്ട് റമദാനിൽ നമ്മൾ നല്ല ഹൃദയ വിശാലതയോടുകൂടെ നീട്ടി, അല്ലേ? അതേ കൈകൾ കൊണ്ട് തന്നെ ഇനിയും ഹൃദയവിശാലതയോടുകൂടെ ദാനധർമ്മം ചെയ്യണം. ദാനധർമ്മം അല്ലാഹുവിന്റെ കോപം കെടുത്തിക്കളയുന്നതാണ്, അല്ലേ? ഇന്ന സ്വദഖത തുത്ഫിഉ ഗളബർ റബ്ബ്. റബ്ബിന്റെ കോപത്തെ അത് കെടുത്തിക്കളയാൻ ദാനധർമ്മത്തിന് കഴിയും. അള്ളാഹ്ക്ക് നമ്മളോട് ഏതെങ്കിലും നിലക്ക് കോപമുണ്ടെങ്കിൽ അത് കെടുത്താൻ ദാനധർമ്മങ്ങളെ കൊണ്ട് സാധിക്കും. ഒരുപാട് നേട്ടങ്ങൾ, അല്ലേ? നമുക്ക് അത്യാവശ്യമായ സന്ദർഭത്തിൽ പരലോകത്ത് അല്ലാഹ് അത് തിരിച്ചു തരുന്നു. ഒട്ടകക്കുട്ടിയെ നിങ്ങളിൽ ഒരാൾ വളർത്തുന്നത് പോലെ നിങ്ങളുടെ ദാനത്തെ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളിനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാനിൽ നാം ശീലിച്ച സൽക്കർമ്മങ്ങളൊക്കെ തുടർന്നും നാം ശീലിക്കുക. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, എപ്പോഴും ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ, മരണം നിന്റെ അടുക്കൽ എത്തുന്നത് വരെ നീ റബ്ബിനെ ആരാധിച്ച് തഖ്വയോടുകൂടെ ജീവിക്ക്. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ആ ആയത്തിന് വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്. മുഅ്മിനീങ്ങളുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു ഒരു അവധിയും നിശ്ചയിച്ചിട്ടില്ല മരണമല്ലാതെ. മരണമാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അവസാനം. മരണമല്ലാത്ത വേറൊരു അവധിയും നമ്മുടെ അമലു സാലിഹാത്തിനില്ല. അതുകൊണ്ട് ആരെങ്കിലും റമദാനിൽ കുറച്ച് ചെയ്ത് പിന്നെ നിർത്താം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവൻ ഭീമാ അബദ്ധത്തിലാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ 3 പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണമെന്നാണ് സഹോദരന്മാരെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ഞാൻ പറഞ്ഞു, നാം ചെയ്ത കർമ്മങ്ങൾ ഒരു പ്രഭാഷണമായി എൻ്റെ വാക്കുകളെ നിങ്ങൾ കേൾക്കരുത്, മറിച്ച് ഇത് നമ്മുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
രണ്ടാമതായി നാം നേടിയതൊക്കെ നിലനിൽക്കണം എന്ന ചിന്തയോടുകൂടെ ഇനി മുന്നോട്ട് പോകുക. അതിന് വേണ്ടത് സൽക്കർമ്മങ്ങൾ തുടർത്തി ചെയ്യുക. റമദാനിൽ നേടിയെടുത്ത ഉന്നത ശീലങ്ങൾ, റമദാനാകുന്ന മദ്രസയിലൂടെ നാം പഠിച്ച പാഠങ്ങൾ, അല്ലേ, ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന നമ്മുടെ അതിഥിയായിരുന്നു, അള്ളാഹു നമ്മിലേക്ക് അയച്ച അതിഥിയായിരുന്നു റമദാൻ. ആ റമദാനിൽ അഡ്മിഷൻ കിട്ടിയതോടുകൂടെ എത്രയെത്ര ശീലങ്ങളും ക്ഷമകളും അതേപോലെ ഉന്നത ഗുണങ്ങളുമൊക്കെയാണ് നേടിയത്. അത് ഇനിയും തുടർന്നുണ്ടാകുക. അങ്ങനെ ജീവിത വിശുദ്ധി, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, മഹാനായ മുത്തു നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും അല്ലാഹനെ സൂക്ഷിക്കുക. അല്ലേ, റമദാനിൽ എല്ലാം നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്റർനെറ്റും ഫേസ്ബുക്കും അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇനിയും ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊന്നും ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്. അവിടെയൊക്കെ റമദാനിൽ നാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മോശമായ ഒരു ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് നാം കണ്ണ് താഴ്ത്തുമായിരുന്നു. എൻ്റെ നോമ്പ് എന്നൊരു ചിന്ത നമ്മുടെ അന്തരാളങ്ങളിൽ അല്ലേ ഇങ്ങനെ ഇളകി മറിയുമായിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കും മറ്റുള്ള സംഗതികളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ബേജാറില്ലാതെയായി. അതുണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മുടെ കണ്ണുകളെ നാം സൂക്ഷിക്കണം, എപ്പോഴും നമ്മുടെ കാതുകളെ നാം സൂക്ഷിക്കണം, എപ്പോഴും നമ്മുടെ നാവുകളെ നാം നിയന്ത്രിക്കണം, എപ്പോഴും നമ്മുടെ ശരീരങ്ങളെ ഹറാമുകളിൽ നിന്ന് നാം സൂക്ഷിക്കണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവുകയുള്ളൂ, അപ്പോഴേ റബ്ബിങ്കിൽ നിന്നുള്ള കാവലുണ്ടാവുകയുള്ളൂ. എപ്പോൾ മരിക്കുകയാണെങ്കിലും റബ്ബിന്റെ തൃപ്തിയോടുകൂടെ മരണപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക സഹോദരങ്ങളെ, അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. തഖ്വ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും നിലനിർത്തുക. എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, നിമിഷങ്ങൾ കൊണ്ട് ആദർശം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആർക്കും ദീനിന്റെ പേരിൽ എന്തും ചെയ്യാമെന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഉള്ളം കയ്യിൽ തീക്കനൽ പിടിച്ച കാലഘട്ടം എന്ന് റസൂല് പറഞ്ഞ അതേ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആദർശമാണ് എനിക്ക് വലുത്, അതിൽ എന്നെ ഉറപ്പിച്ചു നിർത്തേണമേ നാഥ എന്ന പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, നിന്റെ ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തേണമേ. എന്തെന്ത് പരീക്ഷണങ്ങളും ഫിത്നകളും മാഞ്ഞടിച്ചാലും നിന്റെ ദീനിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ, എന്നെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. എൻ്റെ ഹൃദയത്തിന്റെ, എൻ്റെ കൽബിന്റെ പൂർണ്ണ നിയന്ത്രണം നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു നാഥ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യാം. അതല്ലാണ്ട് ഞാനൊക്കെ ഇപ്പോൾ ഏതായാലും നല്ല ആദർശത്തിൽ തന്നെയാണ്, ഈ കോലത്തിൽ അങ്ങ് പോകും എന്ന ചിന്താഗതി വേണ്ട, അപകടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ശക്തമായ ഇരുട്ടിന്റെ കഷ്ണങ്ങളെ പോലെ ഫിത്നകൾ വരും. മുസ്ലിം സമുദായത്തിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് എന്തു പറ്റി എന്ന് നാം ഏറെ ചിന്തിക്കേണ്ട കാലഘട്ടമാണെന്ന് അല്ലേ. മുസ്ലിം സമുദായം ഇന്ന് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരവസ്ഥയിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. വേദനാജനകമാണ്. അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ നിങ്ങളെ തന്നെ പരസ്പരം വെട്ടുകയും നിങ്ങൾ പരസ്പരം കൊലവിളി നടത്തുകയും നിങ്ങൾ പരസ്പരം രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരാനിരിക്കുന്നു എന്ന്. സഹാബിമാരെ, നിങ്ങൾ കുഫാറുകളോട് ചെയ്ത ആ പോരാട്ടത്തെ പോലെയല്ല, മറിച്ച് നിങ്ങൾ തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ തന്നെ ഈ നിലക്കുള്ള പ്രവർത്തനം ചെയ്യുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന കാലഘട്ടം എന്റെ സമുദായത്തിൽ വരും അല്ലേ. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. മിസ്റിന്റെ ചരിത്രത്തിൽ ഇന്ന് നമ്മളത് വായിക്കുന്നു. എല്ലായിടത്തും ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും ശത്രു ഇന്ന് മുസ്ലിമീങ്ങൾ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടുന്ന് പഠിപ്പിച്ചു, എന്റെ കാലശേഷം നിങ്ങൾ കുഫാറുകളായി ഈ ദീനിൽ നിന്ന് മടങ്ങിപ്പോകരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പിരടികളെ വെട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകരുത്. ദുരന്തപൂർണമാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. എല്ലാ നിലക്കും പരീക്ഷണങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. തഖ്വയുള്ളവർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ അതിയായ പ്രയാസമാണ്. നേതാക്കന്മാരുടെയും ഉമറാക്കളുടെയും ഒക്കെ സ്വഭാവങ്ങളിൽ ദൂഷ്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകാൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ ഭദ്രമായി നിലനിർത്താൻ റബ്ബ് നമുക്ക് തുണ നൽകുമാറാവട്ടെ. എപ്പോഴും ഈ ഒരു ചിന്തയുമായി മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
കർമ്മങ്ങൾ സ്വീകരിച്ച മഹാന്മാരിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അവൻ മോചിപ്പിച്ച, അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിച്ച മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.